നമസ്കാരം, ഏവർക്കും മന്ത്രാക്ഷരിയിലേക്ക് സ്വാഗതം. ഭൂലോക വൈകുണ്ഠം എന്നറിയപ്പെടുന്ന ഗുരുവായൂരിൽ ഏകാദശിയാണ്. ഗുരുവായൂർ ഏകാദശിയുടെ മാഹാത്മ്യങ്ങൾ ധാരാളമായുണ്ട്. വൃശ്ചികത്തിലെ ശുക്ലപക്ഷ ഏകാദശിയായ ഡിസംബർ 11 ഏകാദശി. ദക്ഷിണേന്ത്യയിൽ കേരളത്തിലെ തൃശൂർ ജില്ലയിൽ ചാവക്കാട് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ഒരു ഹൈന്ദവ ക്ഷേത്രമാണ് ഗുരുവായൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണിത്. ഇന്ത്യയിൽ തിരുമല, തിരുപ്പതി വെങ്കിടേശ്വര ക്ഷേത്രം, പുരി ജഗന്നാഥ ക്ഷേത്രം, ബദരീനാഥ് മഹാവിഷ്ണു ക്ഷേത്രം എന്നിവ കഴിഞ്ഞാൽ ഏറ്റവുമധികം തിരക്കുള്ള വൈഷ്ണവ ദേവാലയവും ഇതുതന്നെയാണ്. ക്ഷേത്രത്തിലെ യഥാർത്ഥ പ്രതിഷ്ഠ ചതുർബാഹുവായ മഹാവിഷ്ണു ഭഗവാനാണ്. എന്നിരുന്നാലും ഭഗവാന്റെ 9ാമത്തെ അവതാരമായ ശ്രീകൃഷ്ണന്റെ പേരിലാണ് ക്ഷേത്രത്തിന്റെ പ്രസിദ്ധി. ഗുരുവായൂരപ്പൻ എന്നറിയപ്പെടുന്ന ഇവിടെയുള്ള ഭഗവാൻ കേരളീയ ഹൈന്ദവരുടെ പ്രധാന ആരാധനാ മൂർത്തികളിൽ ഒരാളാണ്. പൊതുവെ ഉണ്ണിക്കണ്ണന്റെ രൂപത്തിലാണ് ഭൂരിപക്ഷം ഭക്തരും ഗുരുവായൂരപ്പനെ ആരാധിക്കുന്നത്. കൃഷ്ണാവതാര സമയത്ത് മാതാപിതാക്കളായ ദേവകിക്കും വസുദേവർക്കും കാരാഗൃഹത്തിൽ വച്ചു ദർശനം നൽകിയ മഹാവിഷ്ണുവാണ് ഇവിടെയുള്ളതെന്ന് ഭക്തർ വിശ്വസിക്കുന്നു. ഇതാണ് ഗുരുവായൂരപ്പനെ ഉണ്ണിക്കണ്ണന്റെ രൂപത്തിൽ കാണുന്നതിന് ഒരു കാരണം. തുല്യ പ്രാധാന്യത്തോടെ ഭഗവതി പ്രതിഷ്ഠയും ഇവിടെയുണ്ട്. ആദ്യകാലത്ത് ഇതൊരു ഭഗവതി ക്ഷേത്രമായിരുന്നു. പഴയ ഭഗവതി പ്രതിഷ്ഠയാണ് ഇന്ന് ക്ഷേത്രമതിലകത്ത് വടക്കുകിഴക്കായി ഇടത്തരികത്ത് കാണപ്പെടുന്ന ദുർഗാ ഭദ്രകാളി സങ്കല്പത്തോടുകൂടിയ ഭഗവതി. ഈ ഭഗവതിയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ സംരക്ഷണമൂർത്തി എന്നാണ് വിശ്വാസം. തന്മൂലം ഈ പ്രതിഷ്ഠയ്ക്ക് സവിശേഷ പ്രാധാന്യം നൽകുന്നു. ഭഗവാൻ അർജുനന് ഗീത ഉപദേശിച്ചു എന്ന് പറയുന്നതും ഈ ദിനത്തിലാണ്. അതിനാൽ തന്നെ ഇതിനെ ഗീതാദിനം എന്നും പറയുന്നു. ഗീത വാങ്ങുന്നതും വായിക്കുന്നതും അർഹതയുള്ളവർക്ക് ദാനം ചെയ്യുന്നതും ഉത്തമമാണ്. ഗുരുവായൂർ ഏകാദശി ദിവസം രാവിലെ 7 മുതൽ കൂത്തമ്പലത്തിൽ ഗീതാപാരായണം നടത്താറുണ്ട്. ക്ഷേത്രം കീഴ്ശാന്തിയാണ് പാരായണം നടത്തുന്നത്. ഗുരുവും വായുവും ചേർന്ന് ഗുരുവായൂരപ്പനെ പ്രതിഷ്ഠ നടത്തിയ ദിനമായും ഗുരുവായൂർ ഏകാദശി അറിയപ്പെടുന്നു. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് നാരായണീയം എഴുതി തീർത്ത ദിവസമായ വൃശ്ചികത്തിലെ 28ാം ദിവസമാണ് നാരായണീയ ദിനമായി ആഘോഷിക്കുന്നത്. ഗുരുവായൂരിലെ പ്രതിഷ്ഠാ ദിനാചരണം നടത്തുന്നത് കുംഭമാസത്തിലെ പൂയം നാളിൽ തുടങ്ങി അനിഴം നാളിൽ കഴിയുന്ന വിധത്തിലാണ് പ്രതിഷ്ഠ നടത്തിയതെന്നും പറയപ്പെടുന്നു. ഗുരുവായൂരപ്പ വിഗ്രഹം നിർമ്മിച്ചിട്ടുള്ളത് പാതാളാഞ്ജന ശിലയിലാണ്. അന്നേ ദിവസം വൈകുണ്ഠനാഥനായ മഹാവിഷ്ണു ഗുരുവായൂരിൽ എത്തുന്ന ദിവസം എന്ന പ്രത്യേകത കൂടി ഏകാദശി ദിനത്തിനുണ്ട്. 33 കോടി ദേവതകളും ക്ഷേത്രാങ്കണത്തിൽ ഉണ്ടാകുമെന്നാണ് വിശ്വാസം. ഏകാദശി ദിനത്തിൽ ഭഗവാനെ ദർശിക്കാനും പ്രസാദ ഊട്ടിനുമായി ഗുരുവായൂരിൽ ഭക്തജനലക്ഷങ്ങളാണ് എത്തുക. ഏകാദശി ദിവസം ഭക്തർക്ക് അരിഭക്ഷണമില്ല. എന്നാൽ ഭഗവാന് സാധാരണ പോലെയാണ്. വലിയ ആഘോഷ പരിപാടികളാണ് ഗുരുവായൂരിൽ നടക്കുന്നത്. മനസ്സറിഞ്ഞ് പൂർണ്ണ ഭക്തിയോടെ ഗുരുവായൂർ ഏകാദശി വ്രതം അനുഷ്ഠിച്ചാൽ 7 ജന്മങ്ങളിലെ പാപങ്ങൾ ഇല്ലാതാകുമെന്നാണ് വിശ്വാസം. സംഗീത സാമ്രാട്ടും ഗുരുവായൂരപ്പന്റെ പരമഭക്തനുമായിരുന്ന ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ സ്മരണയ്ക്കായി ഗുരുവായൂർ ദേവസ്വം 1974 മുതൽ എല്ലാ വർഷവും നടത്തിവരുന്ന സംഗീത സദസ്സാണ് ചെമ്പൈ സംഗീതോത്സവം. ഇത് ഏകാദശിയോട് അനുബന്ധിച്ച് 15 ദിവസങ്ങളിലായി ഈ ഉത്സവം നടത്തപ്പെടുന്നു. ക്ഷേത്രത്തിനു പുറത്ത് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ സംഗീത മണ്ഡപമാണ് ഇതിന്റെ വേദി. പ്രശസ്ത സംഗീത വിദ്വാൻമാരും സംഗീത വിദ്യാർത്ഥികളും ഇതിൽ പങ്കെടുക്കുന്നു. ഇതിൽ പഞ്ചരത്ന കീർത്തനാലാപനമാണ് ഏറ്റവും പ്രധാനം. ഏകാദശി ദിവസം രാത്രി ശ്രീരാഗത്തിലുള്ള കരുണ ചെയ്യുവാനെന്തു താമസം കൃഷ്ണ എന്ന സങ്കീർത്തനത്തോടെ സംഗീതോത്സവം സമാപിക്കുന്നു. ഗുരുവായൂർ ഏകാദശിയോടനുബന്ധിച്ച് അക്ഷരശ്ലോക മത്സരം നടത്താറുണ്ട്. കേരളത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും ആളുകൾ ഇതിൽ പങ്കെടുക്കാൻ വരാറുണ്ട്. 1, 2, 3 സ്ഥാനങ്ങൾ കരസ്ഥമാക്കുന്നവർക്ക് സ്വർണ്ണ പതക്കങ്ങളാണ് സമ്മാനമായി നൽകുക. വൃശ്ചികം 1 ആരംഭിക്കുന്ന മണ്ഡലകാലത്തിൽ പഞ്ചഗവ്യ അഭിഷേകം ഗുരുവായൂരപ്പന് നടത്തപ്പെടുന്നു. 3 നേരം കാഴ്ചശിവേലി എന്നിവ
ഈ ദിവസങ്ങളുടെ പ്രത്യേകതകളാണ്. മണ്ഡലകാലത്തിന്റെ അവസാന ദിവസം ഗുരുവായൂരപ്പന് കളഭം ആടുന്നു. അതിവിശിഷ്ടമായ പ്രത്യേക കൂട്ടുകളാൽ നിർമ്മിച്ച കളഭം അഭിഷേകം നടത്തുന്നു. ഇത്തവണ കളഭാഭിഷേകം നടക്കുന്നത് 2024 ഡിസംബർ 26-നാണ്. അഭിഷേകം കഴിഞ്ഞ കളഭം ഭക്തജനങ്ങൾക്ക് അന്നേ ദിവസം വിതരണം ചെയ്യുന്നതാണ്. പുണ്യവും പരിപാവനവുമായ ഗുരുവായൂർ ഏകാദശിയെ ശ്രേഷ്ഠ വ്രതങ്ങളിലൊന്നായാണ് കണക്കാക്കുന്നത്. ഇതനുഷ്ഠിച്ചാൽ രോഗശാന്തി, സാമ്പത്തിക നേട്ടം, ഐശ്വര്യം, മനഃശാന്തി തുടങ്ങിയ ഫലങ്ങൾ ലഭിക്കുമെന്നാണ് വിശ്വാസം. കുടുംബത്തിന്റെ ഐശ്വര്യവും വിഷ്ണുപ്രീതിയും ഈ വ്രതം വഴി വിശ്വാസികൾക്ക് ലഭിക്കും. ഗുരുവായൂർ ഏകാദശി നാളിൽ പൂർണ്ണമായും ഉപവസിക്കുകയാണ് ചെയ്യുന്നത്. അന്നേ ദിവസം അനുഷ്ഠിക്കുന്ന വ്രതങ്ങളും നേരുന്ന വഴിപാടുകളും ഈ ലോകത്തിൽ മാത്രമല്ല പരലോകത്തിലും ആത്മാവിനോടൊപ്പം ഉണ്ടാകുമെന്നാണ് വിശ്വാസം. ഗുരുവായൂരപ്പ ദാസനായിരുന്ന 40-ൽ കൂടുതൽ വർഷങ്ങൾ സ്ഥിരമായി ഗുരുവായൂരപ്പന്റെ തിടമ്പേറ്റിയിരുന്ന കേരളത്തിലെ തന്നെ ഏറ്റവും പേരുകേട്ട ഗജരത്നമായിരുന്നു കേശവൻ. ഗുരുവായൂരമ്പലത്തിൽ 50 വർഷം സേവനം ചെയ്തതിന്റെ ബഹുമാനാർത്ഥം കേശവനെ ഗജരാജൻ എന്ന ബഹുമതി നൽകി 1973-ൽ ആദരിച്ചു. ഭഗവാന്റെ ഭക്തനായിരുന്ന ആന 1976 ഡിസംബർ 2-ന് ഗുരുവായൂർ ഏകാദശി ദിവസമാണ് ചരിഞ്ഞത്. ഏകാദശിയോടനുബന്ധിച്ച് ഗുരുവായൂർ കേശവൻ അനുസ്മരണം എന്ന പേരിൽ ആനകളുടെ ഒരു ഘോഷയാത്ര ഉണ്ടാകാറുണ്ട്. ഒരാനയ്ക്ക് അനുസ്മരണം നടത്തുന്ന ലോകത്തിലെ തന്നെ ഏക ചടങ്ങായതിനാൽ കേശവൻ അനുസ്മരണം ഗുരുവായൂരിലെ പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ ഒന്നാണ്. വൃശ്ചിക മാസത്തിലെ വെളുത്തപക്ഷം, അതായത് കറുത്തവാവ് കഴിഞ്ഞ് 11-ാം ദിവസമാണ് ഗുരുവായൂർ ഏകാദശി. ദ്വാദശി സംബന്ധമുള്ള ആനന്ദപക്ഷമെന്നും ഇതിനെ പറയുന്നുണ്ട്. മനസ്സറിഞ്ഞ് പൂർണ്ണ ഭക്തിയോടെ ഗുരുവായൂർ ഏകാദശി വ്രതം അനുഷ്ഠിച്ചാൽ 7 ജന്മങ്ങളിലെ പാപങ്ങൾ ഇല്ലാതാകുമെന്നാണ് വിശ്വാസം. ഇനി വ്രതം എങ്ങനെ അനുഷ്ഠിക്കാമെന്ന് നോക്കാം. ദശമി ദിവസം, അതായത് തലേ ദിവസം ഒരിക്കലെടുത്തു വേണം വ്രതം ആരംഭിക്കാൻ. എന്നാൽ ഏകാദശി ദിവസം മാത്രം വ്രതം അനുഷ്ഠിക്കുന്നവരുമുണ്ട്. അന്ന് നിലത്ത് കിടന്നുറങ്ങുന്നതാണ് ഉചിതം. ഭാര്യാഭർത്താക്കന്മാർ ഒരുമിച്ച് ശയിക്കരുത്. ഏകാദശി ദിവസം സൂര്യോദയത്തിന് മുൻപ് ഉണർന്ന് ശുഭ്രവസ്ത്രം ധരിച്ച് ഭഗവത് നാമങ്ങൾ ചൊല്ലുക. വിഷ്ണു സഹസ്രനാമം, ഭഗവത്ഗീത, നാരായണീയം, ഭാഗവതം തുടങ്ങിയ കീർത്തനങ്ങൾ ഭഗവാന്റേതായിട്ടുണ്ട്. ഇതൊന്നുമില്ലെങ്കിലും ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രമോ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന മന്ത്രമോ ചൊല്ലാം. ഭഗവത് കീർത്തനങ്ങൾ കേൾക്കുകയും വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. ക്ഷേത്രത്തിൽ ഭഗവാന് 4 പ്രദക്ഷിണമാണ് വെക്കേണ്ടത്. തുളസിമാല, തൃക്കൈവെണ്ണ, പാൽപായസം, പുരുഷ സൂക്തം, വിഷ്ണു സൂക്തം, ഭാഗ്യസൂക്തം എന്നീ വഴിപാടുകൾ നടത്തുന്നത് ഐശ്വര്യപ്രദമാണ്. ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്ന ദിവസം ധാന്യങ്ങളും പയറുവർഗ്ഗങ്ങളും ഒഴിവാക്കണം. തുളസി വെള്ളം മാത്രം കുടിച്ച് ഏകാദശി വ്രതം എടുക്കുന്നവരുമുണ്ട്. അത്താഴം ഒഴിവാക്കി 2 നേരം മാത്രം ഭക്ഷണം കഴിച്ച് ഉപവസിക്കുന്നത് 2-3 നാളിലെ പാപം മാറുമെന്നും ദിവസം മുഴുവൻ ഭക്ഷണം കഴിക്കാതെ ഭഗവത് നാമങ്ങൾ ഉരുവിട്ട് വ്രതമനുഷ്ഠിക്കുന്നവർക്ക് 7 ജന്മങ്ങളിലെ പാപം മാറുമെന്നും വിശ്വസിക്കുന്നു. സർവ പാപങ്ങളും ഇല്ലാതാക്കാൻ മോക്ഷദാതാവായ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹമുണ്ടാകാൻ ദിനം മുഴുവൻ നാമജപത്തോടെ കഴിയുക. ഉള്ളി, സവാള, ഉഴുന്ന് എന്നിവ ഒഴിവാക്കുക. കിഴങ്ങ് വർഗ്ഗങ്ങൾ കഴിക്കാം. ഇവ ഉപ്പ് ചേർത്ത് കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഏകാദശി ദിവസം തുളസിക്ക് വെള്ളമൊഴിക്കുകയോ തുളസി പറിക്കുകയോ അരുത്. തുളസീദേവിയും ഏകാദശി വ്രതം നോൽക്കുകയാണ്. വെള്ളമൊഴിച്ചാൽ ഈ വ്രതം തടസ്സപ്പെടുമെന്നാണ് വിശ്വാസം. തുളസിത്തറയിൽ നെയ്ദീപം തെളിയിച്ചു വെക്കുന്നതും ഏകാദശി ദിവസം നല്ലതാണ്. ഒരു വർഷത്തിലെ 24 ഏകാദശി വ്രതങ്ങൾ അനുഷ്ഠിക്കുന്ന ഭക്തന് വൈകുണ്ഠത്തിൽ സ്ഥാനം ലഭിക്കുന്നതിനൊപ്പം ഐശ്വര്യവും മോക്ഷവും ലഭിക്കുമെന്നാണ്. പകലുറക്കം നിർബന്ധമായും ഒഴിവാക്കണം. മനഃശുദ്ധിയോടെയും ഭക്തിയോടെയും അനുഷ്ഠിക്കുന്ന ഏകാദശി വ്രതം രോഗശാന്തി, മനഃശാന്തി, കുടുംബസ്വസ്ഥത, ആയുരാരോഗ്യം, സമ്പത്തും കീർത്തിയും, ശത്രുനാശം, സന്താന സൗഭാഗ്യം എന്നിവ അനുഭവിക്കുന്നതിന് ഇടയാക്കും. വൃശ്ചികം കഴിഞ്ഞുവരുന്ന ധനുമാസത്തിലെ ഏകാദശിയും പ്രാധാന്യം അർഹിക്കുന്നു. അതിന് സ്വർഗവാതിൽ ഏകാദശി എന്നാണ് പറയപ്പെടുന്നത്.
ഇനി ഏകാദശി ദിവസം നടത്തേണ്ട വഴിപാടുകളെക്കുറിച്ചും അവയുടെ ഫലങ്ങൾ എന്തെല്ലാമാണെന്നും പറയാം. പുരുഷ സൂക്താർച്ചന നടത്തുന്നത് ഇഷ്ടസന്താന ലബ്ധിക്കാണ്. ഭാഗ്യസൂക്താർച്ചന ഭാഗ്യസിദ്ധി, സാമ്പത്തിക അഭിവൃദ്ധി എന്നിവയ്ക്കും. ആയുർ സൂക്താർച്ചന ആയുർവർദ്ധന, രോഗമുക്തി എന്നിവയ്ക്ക്. വെണ്ണ നിവേദ്യം ബുദ്ധിവികാസത്തിന്. പാൽപായസ നിവേദ്യം ധനധാന്യ വർധനയ്ക്ക്. പാലഭിഷേകം ക്രോധം നിമിത്തമുള്ള കുടുംബ സമാധാനമില്ലായ്മയ്ക്ക് അറുതി വരുത്താൻ. സന്താന ഗോപാല മന്ത്രാർച്ചന സൽസന്താന ലാഭം. സഹസ്രനാമ അർച്ചന ഐശ്വര്യം മംഗളസിദ്ധി എന്നിവയ്ക്ക്. നെയ്വിളക്ക് നേത്രരോഗ ശമനം, അഭീഷ്ടസിദ്ധി എന്നിവയ്ക്ക്. സുദർശന ഹോമം രോഗശാന്തി എന്നിവയാണ് ഫലങ്ങൾ. ഗുരുവായൂരപ്പനെ ഭജിക്കാനുള്ള പ്രധാനപ്പെട്ട ദിവസമാണിത്. ഏകാദശിയുടെ അവസാനത്തെ 15 നാഴികയും ദ്വാദശിയുടെ ആദ്യത്തെ 15 നാഴികയും ഒത്തുചേരുന്ന ഹരിവാസര മുഹൂർത്തത്തിൽ ഒന്നും തന്നെ ഭക്ഷിക്കാതിരിക്കുന്നതാണ് ഉത്തമം. ഈ സമയത്ത് മഹാവിഷ്ണുവിൻ്റെ മഹനീയമായ സാമീപ്യം വളരെ കൂടുതലായി ഭൂമിയിൽ അനുഭവപ്പെടുമെന്നാണ് വിശ്വാസം. ഹരിവാസര സമയത്ത് നടത്തുന്ന മഹാവിഷ്ണു ഭജനം പരിപൂർണ ഫലസിദ്ധി നൽകുമെന്ന് ഭക്തർ വിശ്വസിക്കുന്നു. ഈ മഹാപുണ്യദിനത്തിൽ രാത്രിയും ഉറങ്ങാതെ വിഷ്ണുനാമ മന്ത്ര ജപത്തോടെ കഴിയുന്നതും മൗനം ഭജിക്കുന്നതും വളരെ ഉത്തമമായി കരുതുന്നു. ഡിസംബർ 11 ഏകാദശി തിഥി ആരംഭിക്കുന്നത് അതിരാവിലെ 3:42 ആണ്. ഡിസംബർ 12 പുലർച്ചയ്ക്ക് മുൻപ് 1:09 ഏകാദശി തിഥി അവസാനിക്കുന്നു. പാരണ വീടേണ്ട സമയം ഡിസംബർ 12. ഡിസംബർ 12 രാവിലെ 6:28 8:47 ഇടയിലാണ് പാരണ വീടേണ്ട സമയം. ഹരിവാസര സമയം ഡിസംബർ 11 വൈകിട്ട് 6:28 മുതൽ ഡിസംബർ 12 രാവിലെ 6:28 വരെയാണ്. ഹരിവാസര സമയത്ത് ഭഗവാൻ വിഷ്ണുവിൻ്റെയും ലക്ഷ്മി ദേവിയുടെയും പൂർണ്ണ സാന്നിധ്യം ഭൂമിയിലുണ്ടാകുമെന്നതിനാൽ ആ സമയം ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് അഖണ്ഡ നാമജപത്തിൽ മുഴുകുന്നത് ഉത്തമമാണ്. ഗുരുവായൂരപ്പന്റെ നട ദശമി നാളിൽ വെളുപ്പിന് 3 മണിക്ക് തുറന്നാൽ പിന്നെ അടയ്ക്കുന്നത് ഏകാദശി കഴിഞ്ഞ് പിറ്റേ ദിവസമായ ദ്വാദശിയിൽ 9 മണിക്കാണ് പിന്നീട് നട അടയ്ക്കുന്നത്. അതുവരെയും ഭക്തജനങ്ങൾക്ക് തൊഴാനുള്ള സൗകര്യം ഉണ്ടാകുന്നതാണ്. ഗുരുവായൂർ ഏകാദശിക്ക് അതിവിശിഷ്ടമായ മറ്റൊരു ചടങ്ങാണ് ദ്വാദശി പണം സമർപ്പണം. ശുഗപുരം, പെരുവനം, ഇരിഞ്ഞാലക്കുട എന്നീ 3 ഗ്രാമങ്ങളിലെ അഗ്നിഹോത്രികൾ ദ്വാദശപ്പണ സമർപ്പണത്തിന് നേതൃത്വം നൽകുന്നു. അഭീഷ്ടകാര്യ സിദ്ധിക്കും ദുരിത നിവാരണത്തിനും പ്രപഞ്ച ശ്രേയസിനും വേണ്ടിയാണ് ഏകാദശി വ്രതം നോറ്റവർ ദ്വാദശി പണം സമർപ്പിക്കുന്നത്. ദക്ഷിണയായി വന്ന രൂപയിലെ 1/4 ഭാഗമായ രൂപ ശ്രീ ഗുരുവായൂരപ്പനും ബാക്കി വരുന്ന ഭാഗം പങ്കെടുത്ത 3 ഗ്രാമങ്ങളിലെ അഗ്നിഹോത്രികൾ വിഭജിച്ചെടുക്കും. യാഗശാലകളിൽ അഗ്നിഹോത്രി യാഗം നടത്തി അഗ്നിയെ കെടാതെ സൂക്ഷിക്കുന്ന അഗ്നിഹോത്രിമാരാണ് ദ്വാദശി പണം സ്വീകരിച്ച് ഭക്തജനങ്ങളെ അനുഗ്രഹിക്കാൻ ഗുരുവായൂരിൽ ക്ഷേത്രം കൂത്തമ്പലത്തിൽ സന്നിഹിതരാകുന്നത്. ദ്വാദശിപ്പണ സമർപ്പണത്തിനായി ഭക്തജന സമുദ്രമായിരിക്കും ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത്. ദക്ഷിണ സ്വീകരിക്കാനെത്തിയ അഗ്നിഹോത്രികൾക്ക് ദേവസ്വം വസ്ത്രവും ദക്ഷിണയും നൽകി ദ്വാദശിപ്പണ സമർപ്പണത്തിന് ശേഷം ഏകാദശി വ്രതം നോറ്റെത്തിയ ഭക്തർക്കായി ക്ഷേത്രം ഊട്ടുപുരയിൽ ദ്വാദശി ഊട്ടും നടക്കുന്നു. ദ്വാദശി ദിവസം ഭക്ഷണത്തോടൊപ്പം നെല്ലിക്ക കഴിക്കുന്ന പതിവുണ്ട്. അന്ന് നെല്ലിക്ക എന്ന പേര് പറയാതെ വേണം കഴിക്കാനെന്നും പറയുന്നു. ദ്വാദശിക്കായ എന്നാണ് സൂചിപ്പിക്കാറ്. ഏകാദശി വ്രത ദിവസം നെല്ലിക്ക ഉപയോഗിക്കാനും പാടില്ല. ഉപയോഗിച്ചാൽ വ്രതം മുറിയുന്നതായി പറയുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഏകാദശി വിളക്കിന്റെ ആദ്യ ദിവസം വിളക്കുമാടത്തിലെ 8000-ഓളം ഓട്ടുവിളക്കുകളിൽ നറുനെയ് ദീപം തെളിയിക്കും. ശീവേലിയുടെ 4ാമത്തെ പ്രദക്ഷിണത്തിൽ സ്വർണത്തിടമ്പുമേറ്റി കോലം എഴുന്നള്ളിക്കും. 30 ദിവസം വ്യക്തികളും കുടുംബങ്ങളും സ്ഥാപനങ്ങളും നടത്തുന്ന ഏകാദശി വിളക്കുകളുണ്ട്. പാലക്കാട് അലനല്ലൂർ പറമ്പോട്ട് അമ്മിണിയമ്മയുടെ കുടുംബം വകയാണ് ആദ്യ വിളക്ക്. ആഘോഷങ്ങൾ ഏറെയുള്ള വിളക്കുകളായ പോസ്റ്റൽ വിളക്ക് 14-നും, കോടതി വിളക്ക് 17-നും, പോലീസ് വിളക്ക് 18-നും, ജി കൃഷ്ണയ്യർ വിളക്ക് 19-നും, മർച്ചൻസ് വിളക്ക് 21-നും നടക്കും. കാനറ ബാങ്ക് വിളക്ക് 23-നാണ്. SBI വിളക്ക് 24-നും, അയ്യപ്പ ഭജന സംഘം ലക്ഷദീപം വിളക്ക് 25-നും ആണ്. എഴുത്തച്ഛൻ സൺസ് വിളക്ക്
26-നും, ക്ഷേത്രം പത്തുകാരുടെ വിളക്ക് 28-നും, തന്ത്രി വിളക്ക് 30-നും, ദേവസ്വം പെൻഷനേഴ്സ് എംപ്ലോയീസ് അസോസിയേഷൻ വിളക്ക് ഡിസംബർ 2-നും നടക്കും. പാരമ്പര്യ വിളക്കുകൾ ഡിസംബർ 5-ന് കപ്രാട്ട് കുടുംബത്തിന്റെ പഞ്ചമി വിളക്കോടെയാണ് ആരംഭിക്കുന്നത്. ഷഷ്ടി വിളക്ക് 6-നും, നെന്മണി മനവക സപ്തമി വിളക്ക് 7-നും നടക്കും. 8-ന് പുളിക്കിരെ വാര്യത്ത് കുടുംബത്തിന്റെ അഷ്ടമി വിളക്ക് മുതൽ സ്വർണ്ണക്കോലം എഴുന്നള്ളിക്കും. 9-ന് കൊളാടി കുടുംബത്തിന്റെ നവമി നെയ് വിളക്ക്. 10-ന് ശ്രീ ഗുരുവായൂരപ്പൻ സങ്കീർത്തന ട്രസ്റ്റിന്റെ ദശമി വിളക്ക്. 11-ന് ഏകാദശി. ഭഗവാൻ വിഷ്ണുവും ലക്ഷ്മി ദേവിയും സകല ദേവീദേവന്മാർക്കൊപ്പം ഗുരുവായൂർക്കെഴുന്നള്ളുന്ന ദിനമായതുകൊണ്ടുതന്നെ അന്നേ ദിവസം ക്ഷേത്രത്തിലെത്താൻ കഴിയുന്നതുപോലും സുകൃതമാണ്. ആ ഭൂലോക വൈകുണ്ഠത്തിലെത്താൻ സാധിച്ചാൽ അത്രയും പുണ്യമാണ്. ഏകാദശി വ്രതത്തിന്റെ ഫലങ്ങൾ എണ്ണിയാൽ തീരാത്തത്രയാണ്. ഏകാഗ്രതയോടും തികഞ്ഞ ഭക്തിയോടും കൂടി വ്രതമനുഷ്ഠിച്ചാൽ മാത്രമേ പുണ്യഫലം ലഭിക്കുകയുള്ളൂ. ജാതകവശാലുള്ള വ്യാഴത്തിന്റെ ദോഷമുള്ളവർ വ്യാഴം അനുകൂലമാകാനും ദോഷത്തിന്റെ കാഠിന്യം കുറയ്ക്കാനും ഈ വ്രതം ഉത്തമമാണ്. ഗുരുവായൂരപ്പനെ പൂർണ്ണമായും മനസ്സിൽ സദാ കാണുകയും ഭഗവത് കീർത്തനങ്ങളും നാമങ്ങളും ചൊല്ലി ഭഗവാന് നൈവേദ്യങ്ങൾ സമർപ്പിച്ചുകൊണ്ടും ചിത്തശുദ്ധിയോടും കൂടി സർവവും ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഏകാദശി വ്രതം പൂർണ്ണ ഭക്തിയോടുകൂടി എടുക്കുവാൻ നിങ്ങൾക്കേവർക്കും സാധിക്കുമാറാകണേ എന്നു പ്രാർത്ഥിച്ചുകൊണ്ട് ഗുരുവായൂർ ഏകാദശി ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.